ഹലോ ഫ്രണ്ട്സ്, മീനുകുട്ടിയാണ് ഇന്ന് സോയാബീൻ ഫ്രൈ ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ ഞാൻ സോയാബീൻ നന്നായിട്ടൊന്ന് ചുടുവെള്ളത്തിലിട്ട് പിഴിഞ്ഞൊക്കെ നന്നായിട്ട് എടുത്തു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഉപ്പ്, മുളക് പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, പിന്നെ ഗരം മസാലപ്പൊടി, കുറച്ച് കരിവേപ്പില ഇട്ടിട്ട് റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ചീഞ്ചട്ടി വെച്ചിട്ട് മീനുകുട്ടി പിന്നെ സോയാബീൻ ഫ്രൈ ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്. ഞാൻ അപ്പോഴേക്കും അവരക്ക തേങ്ങൂട്ടി വെക്കാൻ അവരക്ക കഴുകിയിട്ടു കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിനെ നന്നായിട്ടൊന്ന് വേകാൻ വെക്കുക. പിന്നെ അവരക്കൊക്കെ നമുക്ക് തേങ്ങയും കുരുമുളകും ജീരകമായിട്ട് അരച്ചെടുക്കണം. അപ്പം അത് നന്നായി പേസ്റ്റായിട്ട് അരച്ചെടുക്കണം കേട്ടോ. അപ്പം ഇതൊന്ന് അരച്ചിട്ട് വരുമ്പോഴേക്കും മീനുകുട്ടിക്ക് ഫ്രൈ ഒക്കെ ഒന്ന് റെഡി ആക്കുന്നുണ്ട്. നന്നായി ഇളക്കി കൊടുത്തിട്ട് റെഡി ആക്കുന്നുണ്ട് കേട്ടോ. അതിലേക്ക് എണ്ണയൊക്കെ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ അതിൽ മസാലപ്പൊടിയൊക്കെ ഉണ്ടല്ലോ. മീനുകുട്ടിക്ക് എന്നിട്ട് വേണം ഊണ് കഴിക്കാനായിട്ട്. അപ്പോൾ അവരൊക്കെ വെന്തു. അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇട്ടിട്ട് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കുക. അവരൊക്കെ നന്നായിട്ടൊന്ന് വേവണമല്ലോ, വേഗം പെട്ടെന്ന് വേകും കേട്ടോ. അപ്പം ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് പിന്നെ റെഡിയാക്കാം. ഞാൻ ഇതിലേക്ക് സോയാബീൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് മാറ്റി വയ്ക്കാൻ വേണ്ടിയിട്ട് മീനുകുട്ടിക്ക് കൈ ചുടും എന്ന് പറഞ്ഞിട്ട് ഞാനിത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് പയറ്, പൊടി പൊടിയായി അരിഞ്ഞ പയറ് തേങ്ങയും പച്ചമുളകുമായിട്ട് ഒന്ന് ചതച്ചെടുക്കുക. അതിന് ശേഷം പിന്നെ നമുക്ക് അവരക്കൊക്കെ തേങ്ങയും അരച്ചതും കുറച്ച് തോരൻ പരിപ്പ് വേവിച്ച് വെച്ചതും ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് പിന്നെ തിളപ്പിച്ചെടുക്കുക. പിന്നെ ഞാൻ ചീഞ്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് പിന്നെ പയറ് പിന്നെ പൊരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എണ്ണയും കടുകും ഒക്കെ ഇട്ടിട്ടുണ്ട്. അത് താളിച്ച് ഞാൻ ഇതിൽ കൊട്ടിയിട്ടുണ്ട്, കറിയിൽ കൊട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് അവർക്ക് പയറിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് വെക്കുക. അപ്പോഴേക്കും മീനുകുട്ടിക്ക് ഉപ്പേരി ഇഷ്ടമല്ല കേട്ടോ. ഉപ്പേരി ഇഷ്ടമല്ലാത്ത കാരണം സോയാബീൻ മതി എന്ന് പറഞ്ഞ് മീനുകുട്ടിയുടെ ഏട്ടനായിട്ട് ചോറുണ്ണാൻ നിൽക്കുകയാണ്. പിന്നെ ഇതിലേക്ക് ഞാൻ വെളുത്തുള്ളി ചതച്ചതും ഒന്നും ഇട്ടിട്ടില്ല. ആ കാരണം പിന്നെ അപ്പം അതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് കടുകും വെളുത്തുള്ളി വറമുളകായിട്ട് ഉപ്പേരിയിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിത് പൊടിയിട്ട ഉപ്പേരി ഉണ്ടാക്കും കാരണം ഞാൻ മുളകൊന്നും ഇട്ടിട്ടില്ല. പിന്നെ രണ്ട് മുളക് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ തേങ്ങയുടെ കൂടെ. പിന്നെ ചെറുപരിപ്പും വേവിച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വേവട്ടെ പയറ്. എന്നിട്ട് ഒന്ന് അടച്ച് വെക്കാം. ഇളക്കി കൊടുത്തിട്ട് പിന്നെ ഒന്ന് അടച്ച് വെച്ച ശേഷം നമുക്ക് ഉപ്പേരി റെഡിയാക്കാം കേട്ടോ. ഇന്നിപ്പോൾ മഴയൊന്നും പിന്നെ രാവിലെ തൊട്ട് മഴയുണ്ട്. പിന്നെ മഴ പോവുക വരികയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ഇന്ന് സ്കൂളിലല്ല, അപ്പം മീനുകുട്ടി ഇവിടെയുണ്ട്. പിന്നെ പയറ് റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് തേങ്ങയും പച്ചമുളകും ചതച്ചത് ഇട്ട് കൊടുത്ത് പിന്നെ നമ്മുടെ പൊടി ഉണ്ടല്ലോ ഉപ്പേരി പൊടി അത് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. റെഡി ആയിട്ടുണ്ട്. മീനുകുട്ടി ഊണ് കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കണു. ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് അടച്ച് വെക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഉപ്പേരി റെഡിയായി. സോയാബീൻ കഴിയുകയും ചെയ്തു.